മലയാളത്തിന് പിന്നാലെ ഹിന്ദിയിലും ബോക്സ് ഓഫീസ് പിടിച്ചുകുലുക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ. സിനിമയ്ക്ക് ലഭിച്ച അതിഗംഭീര പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഹിന്ദിയിൽ 34 സ്ക്രീനുകളിൽ നിന്നും 350 സ്ക്രീനുകളിലേക്ക് ചിത്രം മാറിയിരുന്നു. അതേസമയം ബോളിവുഡിലെ മലയാള ചിത്രങ്ങളുടെ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം സിനിമയ്ക്കായിരുന്നു ബോളിവുഡിൽ ഇത്രയും കാലം ഒരു മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പിനുള്ള ഏറ്റവും ഉയർന്ന കളക്ഷൻ റെക്കോർഡുകൾ ഉണ്ടായിരുന്നത്. 42 ലക്ഷമായിരുന്നു ഇത്. ഈ റെക്കോർഡിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് മാർക്കോ. 51 ലക്ഷമാണ് ചിത്രം ഇതുവരെ നേടിയത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഹനീഫ് അദീനെ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ബോളിവുഡിൽ തരംഗമായി മാറുകയാണ്. ആദ്യ ദിനം 34 തിയേറ്ററുകളിൽ മാത്രം റിലീസായ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനം വ്യാപിപ്പിച്ചു. പലയിടങ്ങളിലും ചിത്രത്തിന് അധിക ഷോകളുണ്ടായി. നിലവിൽ 350 തിയേറ്ററുകളിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. കൂടാതെ വരുൺ ധവാൻ നായകനായെത്തിയ ബേബി ജോൺ എന്ന സിനിമയെ പിന്തള്ളി മാർക്കോ കൂടുതൽ സ്ക്രീനുകളിലേക്ക് തരംഗം സൃഷ്ടിക്കുകയാണ്. സിനിമ റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 50 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. മാത്രമല്ല 7 ദിവസത്തെ കണക്കുകൾ പുറത്തുവരുമ്പോൾ ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാറുകയാണ് മാർക്കോ. ഈ രീതി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചിത്രം 100 കോടി കടക്കുമെന്നാണ് സൂചന. മാത്രമല്ല ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോ നേടിയത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ വർഷമെത്തിയ ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ കിൽ ലൈഫ് ടൈം കളക്ഷൻ 47 കോടി രൂപയായിരുന്നു. ഇതാണ് വെറും 5 ദിവസം കൊണ്ട് മാർക്കോ മറികടന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.